ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ട്രാവൽകോർ ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആക്ച്വലി ഞാൻ ഇന്നൊരു റിവ്യൂ വീഡിയോ ആണ്. റിവ്യൂ എന്ന് പറഞ്ഞാൽ ഞാൻ കുറേ വർഷങ്ങളായിട്ട് സ്കൂളിൽ ഡാൻസ് പഠിപ്പിക്കാൻ പോയിക്കൊണ്ടിരിക്കാം. അപ്പോൾ ഇടയ്ക്ക് കുറച്ച് നാൾ പോലെയൊക്കെ ഇരുന്നു. ബാംഗ്ലൂർ പോയപ്പോഴും ഞാൻ ഒത്തിരി സ്കൂളുകളിൽ പോയി പഠിപ്പിക്കാനൊക്കെ പോയി. അപ്പോൾ അവിടെ ഇരുന്ന് തന്നെ എന്നെ വർക്കിന് ഇവിടെ വിളിച്ചായിരുന്നു. കരുനാഗപ്പള്ളി സ്കൂളിൻ്റെ പേര് സെൻറ്റ് ഗ്രിഗോറിയസ്. ഞാൻ ഈ അപ്പൊ ഞാൻ ഈ സ്കൂളിൽ വന്നു. വർക്ക് കഴിഞ്ഞപ്പോൾ 2 ആഴ്ചയായി വീഡിയോ എടുക്കാൻ പറ്റിയില്ല. സത്യത്തിൽ ഞങ്ങളൊക്കെ തിരക്കായിരുന്നു. അത് കാര്യം അതിനിടയ്ക്ക് കുറെ ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ വന്നു. അതെല്ലാം കഴിഞ്ഞു. അപ്പം ഞാൻ ഫ്രീ ആയതിനു ശേഷം ഈ വീഡിയോ ഒന്ന് ഇടാമെന്ന് വിചാരിച്ചു. ആക്ച്വലി ഞാൻ പല സ്കൂളിലും ഞാൻ ഡാൻസ് പഠിപ്പിക്കാനായിട്ട് പോയിട്ടുണ്ട്. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ പോയി അല്ലെങ്കിൽ നമ്മളെ വീട്ടുകാരായിട്ട് ഇടപെട്ട് എങ്ങനെ വർക്ക് ചെയ്യുന്നു അതുപോലെ ആയിരുന്നു. ടീച്ചേഴ്സ് ആണെങ്കിലും ഇവിടുത്തെ സാറുമാർ, പ്രിൻസിപ്പൽ എല്ലാവരും. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും എനിക്ക് വീഡിയോ ചെയ്യണം. കാര്യം അത്രയധികം എനിക്ക് അവിടെ നിന്ന് ഞാൻ എൻ്റെ ലൈഫിൽ കിട്ടാവുന്നതിൽ വലിയ ഒരു കയ്യടി, ഒരു എന്തോ എനിക്ക് അവിടെ നിന്ന് കിട്ടി എന്നാണ് പറയാനുള്ളത്. ടീച്ചേഴ്സാണെങ്കിൽ പിന്നെ അത്രയധികം എനിക്ക് അഭിനന്ദനങ്ങൾ പറഞ്ഞു, സാറാണെങ്കിൽ പോലും എല്ലാവരും. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഒരു വീഡിയോ ചെയ്യണം. അപ്പോൾ ഇന്ന് ഇച്ചിരി സമയം കിട്ടിയപ്പോൾ ശരി എന്തായാലും അത് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ അപ്പം ഞാൻ പഠിപ്പിച്ചത് എത്രയും LKG UKG, അവിടെ SKG JKG എന്നാണ് പറയണത്. അപ്പോൾ അത് ഞാൻ ഫസ്റ്റ് ടൈം ആക്കിയാക്കണം ഒരു സ്കൂളിൽ ഇത്ര ഇങ്ങനെ ഒരു പേര്. അത് എന്നെ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടുത്തി. ഞാൻ SKG അത് UKG ഇല്ല, അതല്ല ഇവിടെ എന്നാണ്. അതും എനിക്ക് ഭയങ്കര സന്തോഷം. പിന്നെ ഞാൻ ആ സ്കൂളിനെ പറ്റി പറയുകയാണെങ്കിൽ അവര് ടീച്ചേഴ്സ് കുഞ്ഞു മക്കളെയൊക്കെ പേര് വിളിച്ചാണ് മിക്കയിടത്തും. ഇത് കുഞ്ഞുങ്ങളെ മക്കളെ എന്താ വിളിക്കുന്നത്. പലയിടത്തും ഞാൻ കേട്ടിട്ടുണ്ട്. ടീച്ചേഴ്സ് പ്രായം ചെന്ന ആൾക്കാർ അപ്പുറത്തെ ടീച്ചേഴ്സിനെ മക്കളെ എന്നാ വിളിക്കുന്നത്. അപ്പം എനിക്ക് ആ സ്കൂളിൽ നമ്മൾ വീട്ടിനകത്തൊക്കെ നിൽക്കുന്ന ഒരു ഫീലായിരുന്നു സത്യം. മുതിർന്ന ടീച്ചേഴ്സ് തൊട്ടടുത്ത ക്ലാസ്സിൽ മക്കളെ ഈ രീതിയിൽ അവർ പെരുമാറുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി അവിടെ വർക്ക് ചെയ്യാൻ പറ്റും. ടീച്ചേഴ്സ് ആണെങ്കിൽ നമുക്ക് ഒരു വെള്ളം പോലും ഞങ്ങൾ ചില സ്കൂളിലൊക്കെ പോയി നമ്മൾ പറഞ്ഞ് 1-2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ എത്തുന്നതിന് അത് തൊട്ട് മുമ്പായിട്ട് ഒരു 1/2 മണിക്കൂർ മുമ്പായിട്ട് അവിടുത്തെ ചേച്ചി ആയമായി എത്തുന്നു. അയ്യോ അവരൊക്കെ സത്യം പറയാതിരിക്കാൻ പറ്റും. ഞങ്ങൾക്ക് വെള്ളം തന്നെ ഞങ്ങൾ കുടിച്ച് തീരാൻ തോന്നുന്നു അവർ തൊട്ട് അതിനകത്ത് ഫില്ല് ചെയ്ത് അങ്ങനെയൊക്കെ ഭയങ്കര ഒരു വല്ലാത്തൊരു അനുഭവം എനിക്ക് അവിടെ നിന്ന് ഉണ്ടായി. കാര്യം വെച്ചാൽ ഞാൻ പല സ്കൂളിലും വർക്ക് ചെയ്യാൻ പോയിട്ടുണ്ട്. ഇതെനിക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പിന്നെ അവിടുത്തെ സാറുമാര് അയ്യോ എനിക്ക് അറിഞ്ഞു നമ്മളില്ല ഫ്രണ്ട്സിനെ പോലെ ആയിരുന്നു സാറുമാരല്ലേ നമുക്ക്. അതുപോലെ മെയിനായിട്ട് ഞങ്ങൾ കൊറിയോഗ്രാഫി സമയത്ത് ഒരു സജഷനോ ഒന്നും വന്ന് ഞങ്ങളോട് പറയില്ല. ഇങ്ങനെ ചെയ്യണം. മിക്ക സ്കൂളുകളിൽ ഞങ്ങൾ അത് കാര്യം വെച്ചാൽ നമ്മളൊരു ഐഡിയയിലായിരിക്കും നിൽക്കുന്നത്. അപ്പോൾ അവർ വന്നിങ്ങനെ 100 കാര്യം ഇതങ്ങനെ ഒന്നുമില്ല. ഞങ്ങൾ എന്ത് പറഞ്ഞു അവരാ ഞങ്ങളെ കൂടെ നിന്നു. സ്പെഷ്യലി അവിടുത്തെ ഡയന മാം പ്രിൻസിപ്പളാണ്, SKG JKG മാം. അയ്യോ അത് പറയാതിരിക്കാൻ മാം നമുക്ക് വല്ലാത്തൊരു അതായത് സപ്പോർട്ടല്ല മാം, കൂടെ നിന്നു എന്നാണ് പറയേണ്ടത്. കോസ്റ്റ്യൂമിൻ്റെ വരയ്ക്കാനാണെങ്കിലും പാട്ട് സെലക്ട് ചെയ്യാനും മാം വന്ന് കൂടെ ഇരുന്ന് മാം ഈ പാട്ട് പോരെ ഓക്കെ അവിടെ വേറെ സംസാരമൊന്നുമില്ല മാം. അതെ അങ്ങനെ എനിക്ക് വല്ലാത്ത. അതുപോലെ ജിജോ സാറ് അയ്യോ
അതൊരു സാധാരണ പറയാതിരിക്കാൻ വയ്യ. എന്തായാലും സാറ് അയ്യോ സാർ അതുപോലെ നമുക്ക് കാര്യം ഒന്ന് നമ്മുടെ അടുത്തൊന്ന് ചോദിക്കുകയോ പറയുകയൊന്നും ചെയ്തില്ല. നിങ്ങൾ വർക്ക് ചെയ്യും, നിങ്ങളുടെ 100%. ഈ സത്യത്തിൽ ഞാൻ വർക്ക് ചെയ്തു, ഞങ്ങൾ ഒത്തിരി പിള്ളേരുണ്ടായിരുന്നു, ഒത്തിരി പിള്ളേരാണ് കൊറിയോഗ്രാഫേഴ്സ് ഉണ്ട്. പക്ഷേ എനിക്ക് എൻ്റെ 100 അല്ല എനിക്ക് അവിടെ കൊടുക്കാൻ പറ്റും, അതിലും മേളിൽ കൊടുക്കാൻ പറ്റും. അത് കാരണം ടീച്ചേഴ്സിൻ്റെ സപ്പോർട്ട് തന്നെയാണ്, സാറിൻ്റെ ആ സ്കൂളിൻ്റെ ഓൾ സപ്പോർട്ടായിരുന്നു കേട്ടോ, അതിൽ ഒരു ഇതുമില്ല. അപ്പോൾ എനിക്കത് പറയാതിരിക്കാൻ വയ്യ, അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. പിന്നെ അതുപോലെ എനിക്ക് വർക്ക് തന്നത് സുഭാഷ് ഏട്ടൻ വിളിച്ചിട്ടാണ് ഞാൻ കൊറിയോഗ്രാഫി ചെയ്യാൻ പോയത്. സുഭാഷ് ഏട്ടന് ഞാൻ ഈ സമയത്ത് നന്ദി പറയുന്നു. പിന്നെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു ഒത്തിരി പേരുണ്ടായിരുന്നു, രാജേട്ടൻ, എൻ്റെ അനിയനുണ്ടായിരുന്നു നന്ദു, പിന്നെ ജിജി പപ്പിന്ന് ഞങ്ങൾ വിളിക്കുന്നത്, പിന്നെ ഞങ്ങളുടെ ഒരു കുക്കു, പിന്നെ ഞങ്ങൾ ഡ്രാമയ്ക്ക് ഞങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് അല്ലെങ്കിൽ ബ്രദർ കിങ്സ്ലി ചേട്ടൻ. പുള്ളി മ്യൂസീഷ്യനാണ്, പക്ഷേ എങ്കിലും ഈ വർക്കിന് വന്നു ഞങ്ങളെ ഹെൽപ്പ് ചെയ്തു. ഞങ്ങൾ ഇത്രയും പേരാണ് ഞങ്ങളോട് വർക്കിന് പോയത്. ആക്ച്വലി ഞങ്ങൾ ഇത്രയും പേരും, ഞങ്ങൾ ഈ കൊറിയോഗ്രാഫേഴ്സ്, ഞങ്ങളെല്ലാവരും ഞങ്ങളൊരു ഫാമിലി പോലെ ആയിരുന്നു, ഒരു വീട്ടിലായിരുന്നു. അവിടെ വീട്ടിൽ കുക്കിങ് അത് ഭയങ്കര രസകരമായിരുന്നു. ഏറ്റവും കൂടുതൽ ഭക്ഷണം വെച്ചത് രാജേട്ടാണ്. പിന്നെ ഞാൻ കുറച്ചൊക്കെ അവരെ സപ്പോർട്ട് ചെയ്ത് സഹായിച്ചു. ഞങ്ങളുടെ പ്രോപ്പർട്ടി എല്ലാം ഭയങ്കര ഒരു ജോളിയായിരുന്നു. എന്തായാലും ഞാൻ അപ്പോഴേ വിചാരിച്ചു എനിക്കൊരു വീഡിയോ ചെയ്യണം. കാര്യം ഞാൻ ഇങ്ങനെ ഒരു വർക്കിന് നമ്മൾ ഇത്രയൊക്കെ എല്ലാവരുമായിട്ടൊരു ബന്ധമായി അങ്ങനെ ഭയങ്കര ഒരു വല്ലാത്ത അനുഭവമായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ വീഡിയോ ചെയ്തു. ഞാനപ്പോൾ അവിടുത്തെ കുറച്ച് പ്രാക്ടീസ്, കുഞ്ഞുങ്ങളുടെ ഡാൻസ്, ഇതൊക്കെ ഇത് കാണിക്കുന്നത് തെറ്റാണോ എന്ന് എനിക്കറിയില്ല. ആക്ച്വലി കാര്യം ചില ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെടില്ല. എൻ്റെ മകളുടെ അല്ലെങ്കിൽ എൻ്റെ മകൻ്റെ വീഡിയോ പറയാതെ ചാനലിലോ യൂട്യൂബ് ചാനലിലോ വന്നവർക്ക്. അപ്പം ഞാൻ ആദ്യം തന്നെ നിങ്ങളോടെല്ലാം ക്ഷമ ചോദിക്കുകയാണ്. വലുതായിട്ടൊന്നും ഞാൻ ആരെയും ഫോക്കസ് ചെയ്തോ അല്ലെങ്കിൽ ഞാൻ അങ്ങനെ കാണിച്ചു ഇങ്ങനെ കാണിച്ചു എന്നൊന്നും ഞാൻ അത്ര ഹെവിയായിട്ട് ആരെയും വീഡിയോ ഞാൻ ഇടില്ല. ഒരു 2-3 സെക്കൻഡ് കാര്യം എൻ്റെ പ്രാക്ടീസ് വീഡിയോ അങ്ങനെ അപ്പോൾ കുറച്ച് വീഡിയോസ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്കത് കേട്ടു. പഠിക്കുമ്പോ ഡാൻസിനും പാട്ടിനും ഒക്കെ ഞാൻ മിടുക്കിയായിരുന്നു. സമൂഹ ഗാനം വരെ ഞാൻ ഒറ്റയ്ക്ക് പാടിയിട്ടുണ്ട്. അന്ന് എന്റെ സിനിമയിൽ അഭിനയിക്കാൻ വിളിച്ചതാ. അന്ന് ഇതുപോലെ തടിയൊന്നും ഇല്ലായിരുന്നു. സീലിംഗ് ബ്യൂട്ടി എന്നാ അന്ന് എന്നെ എല്ലാരും വിളിച്ചിരുന്നത്.
കണ്ടല്ലേ കുഞ്ഞുങ്ങളുടെ ബഹളവും ചാട്ടം അങ്ങനെയുണ്ട്. അയ്യോ ഞാൻ അത് കഴിഞ്ഞിട്ട് ഞാൻ സ്കൂളിലോട്ട് പോയി. ക്ലാസ്സിൽ നിന്നൊക്കെ ഓടി വന്ന് എന്നെ ഇടയ്ക്ക് അങ്കിളെന്ന് കുറച്ച് ആൾക്ക്, പിന്നെ മാമെന്ന് വിളിക്കും, സാറേന്ന് വിളിക്കും, ചേട്ടാന്ന് വിളിക്കും, വന്ന് കെട്ടിപ്പിടി. അപ്പോൾ ടീച്ചേഴ്സ് പുറത്ത് നിൽക്കായിരുന്നു. അവരെൻ്റെ അടുത്ത് പറഞ്ഞു, അയ്യോ ലോ ആ മാമനും അങ്കിളൊക്കെ വന്നു എന്ന്. കുഞ്ഞുങ്ങളെ മറക്കാൻ പറ്റുന്നില്ല, അത്രയധികം ഒരു രക്ഷയില്ല. ഞാൻ ഇപ്പോഴും സ്കൂളിൽ പോയപ്പോൾ എനിക്കത് സങ്കടമായിപ്പോയി. ഞാൻ പെട്ടെന്ന് ഇറങ്ങി ഓടി, കാര്യം കുഞ്ഞുങ്ങളുടെ ഈ ഇതും കണ്ടിട്ട്. അതെ, അപ്പോൾ അത് എന്തോ ഒരു ഭയങ്കര ഒരു അറ്റാച്ച് എനിക്ക് ആ സ്കൂളിൽ കുഞ്ഞുങ്ങളായിട്ട് എനിക്ക് ഉണ്ടായി. ടീച്ചേഴ്സ് ആണെങ്കിൽ പോലെ എല്ലാവർക്കും ഞാൻ താങ്ക്സ് പറയുകയാണ്. ഇനി എനിക്ക് കുറച്ച് ടീച്ചേഴ്സ് എന്നെ 2-3 ടീച്ചേഴ്സ് എനിക്ക് ഞാൻ പ്രോഗ്രാം കഴിഞ്ഞ ഉടനെ തന്നെ അവിടുത്തെ പ്രിൻസിപ്പൽ മാം ഡയന മാം എനിക്കൊരു റെക്കോർഡ് അയച്ചു. എൻ്റെ ലൈഫിൽ എനിക്ക് എന്തോ പറയുക ഒരു അവാർഡ് കിട്ടിയ ഒരു ഭയങ്കര സത്യം പറഞ്ഞാൽ സ്റ്റക്കായിപ്പോൾ. ഞാൻ മാമിനെ തിരിച്ച് റെക്കോർഡ് അയച്ചത്, മാം എനിക്ക് ഇത് കേട്ടിട്ടൊന്നും പറയാൻ പറ്റില്ല, എനിക്ക് നിന്ന സൈഡിൽ നീങ്ങുന്നു, നമ്മൾ ഈ സ്റ്റാറൊക്കെ കറങ്ങില്ല ആ അവസ്ഥയിലായിപ്പോയി. കാര്യം മാം അതുപോലെ എനിക്ക് എന്നെ ബ്ലെസ് ചെയ്ത് എനിക്ക് കുറച്ച് വാക്ക് പറഞ്ഞു. ഞാൻ ഈ വീഡിയോയിൽ ഇപ്പം ഞാനൊന്ന് കേൾപ്പിക്കാം നിങ്ങളെ. അതിൽ മാം മാത്രമല്ല കുറേ ആൾക്കാർ എനിക്ക് മെസ്സേജ് അയച്ചു. ഒരുപാടൊന്നും ഇടാനായിട്ട് ടൈമുമില്ല. എൻ്റെ കൂടെ അത്ര ആത്മാർത്ഥമായ കുറച്ച് ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു. അവരെയൊക്കെ ഞാൻ ഇട്ടേക്കാം. ഓക്കെ, നിങ്ങളത് കാണും. ഹലോ ഹരീഷ്, താങ്ക് യു സോ മച്ച്. ഹരീഷിൻ്റെ ഒരു വലിയൊരു എഫേർട്ട് ഇതിൻ്റെ പിറകിലുണ്ടായിരുന്നു. ഈ ഫിയസ്റ്റ തന്നെ നല്ലൊരു സൂപ്പർ ആവാൻ കാരണം KGയുടെയൊക്കെ ആക്ച്വലി ഹരീഷ് ഒരുപാട് എഫേർട്ട് എടുത്തു കേട്ടോ. താങ്ക് യു സോ മച്ച്. ലാസ്റ്റ് മിനിറ്റിൽ ഹരീഷ് ഓടിയതൊക്കെ ഞാൻ കണ്ടായിരുന്നു. ഇതെല്ലാം ആക്ച്വലി ലാസ്റ്റ് മിനിറ്റ് തന്നെ നല്ല കോസ്റ്റ്യൂംസും ഒക്കെ ആയാലും അവർക്ക് പറ്റുന്ന രീതിയിലെല്ലാം ഹരീഷിനെ കൊണ്ട് പറ്റുന്ന എല്ലാം ചെയ്തു തന്നായിരുന്നു. താങ്ക് യു സോ മച്ച്. ഹരീഷ് എടുക്കുന്ന ആ ഒരു എഫേർട്ട് ശരിക്കും വലുതായിരുന്നു കേട്ടോ. താങ്ക് യു സോ മച്ച്. താങ്ക്സ് എ ലോട്ട്. ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നവർക്ക് ദൈവം വലിയ വലിയ അവസരങ്ങൾ ഇനിയും തരും. ഹരീഷിന് വലിയ വലിയ അവസരങ്ങൾ ഇനിയും ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. താങ്ക് യു ഫോർ ഓൾ ദ എഫേർട്ട് യു ഹാവ് ടേക്കൺ. താങ്ക് യു സോ മച്ച്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിള്ളേരൊക്കെ നന്നായിട്ട് ചെയ്തു കേട്ടോ. നല്ല ഒരുവിധമുള്ള എല്ലാ പിള്ളേരും നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. കുഞ്ഞു പിള്ളേർ ഇത്രയും നമുക്ക് ചെയ്യിപ്പിക്കാൻ പറ്റിയത് തന്നെ വലിയ കാര്യം. അവരുടെ കോസ്റ്റ്യൂമൊക്കെ ആയാലും എല്ലാം നന്നായിരുന്നു കേട്ടോ. താങ്ക് യു സോ മച്ച് ഹരീഷ്. താങ്ക്സ് എ ലോട്ട്. ഹരീഷ് സാറേ, സാറിൻ്റെ സപ്പോർട്ടിന് ഒരുപാട് താങ്ക്സ്. സാർ ഒരുപാട് ടെൻഷൻ അടിച്ച് കിടന്നോടുന്ന കണ്ട ഞാൻ എന്തുകൊണ്ട് ഞാൻ ഈ ഓഡിയോ ക്ലിപ്പ് മെസ്സേജ് കാര്യം എനിക്ക് അത്രയും സന്തോഷമാണ് ഇവർ ഈ വാക്ക് അവിടെ ആ മെസ്സേജ്. അതുകൊണ്ടാണ് ഞാനത് വീഡിയോയിൽ കാണിക്കാമെന്ന് ചോദിച്ചത്. അത് പേഴ്സണലായിട്ട് ഒന്നുമില്ല. കാര്യം വെച്ചാൽ എനിക്ക് എന്നെ സംബന്ധിച്ച് എനിക്കത് ഭയങ്കര ഒരു വല്ലാത്തൊരു ഇതായിരുന്നു. എനിക്കൊരു പ്രൗഡ് മൂവ്മെൻ്റ് ആയിരുന്നു എനിക്ക് അവരെ തന്നതിന്. ചെറുതാണെങ്കിലും എനിക്കൊരു ഭയങ്കര സന്തോഷമാണ്. ഞാൻ അതുപോലെ ഞാൻ ആ പ്രോഗ്രാം ടൈമിൽ ഞാൻ ഓടി. അത് ആ ടീച്ചേഴ്സിനും അറിയാം, എല്ലാവർക്കും അറിയാം. കാര്യം ആ ലാസ്റ്റ് ടൈമിന് എന്തോ കുറേ കാര്യങ്ങളുണ്ട് അതിൻ്റെ ഇടയ്ക്ക് സത്യത്തിൽ ഒത്തിരി ഞങ്ങൾ ഓടി. എൻ്റെ ഞങ്ങളുണ്ടായിരുന്ന പിള്ളേർ അത്ര ഞങ്ങൾ ഓടി. എങ്കിലും അത് ഭംഗിയാക്കി അവരിൽ നിന്ന് ഇത്രയും ഒരു കമൻറ്റ് കിട്ടിയ ഭയങ്കര സന്തോഷമായിരുന്നു. കൂടാതെ അതുപോലെ തന്നെ അവിടെ SKG JKG നമ്മുടെ LKG UKG എന്ന് പറയുന്ന പോലെ അവിടുത്തെ ഒത്തിരി ടീച്ചേഴ്സുണ്ട്. എനിക്ക് പേര് കുറേയൊക്കെ ടീച്ചേഴ്സിൻ്റെ പേര് അറിയില്ല. അങ്ങനെ ഞാൻ ഫസ്റ്റ് തന്നെ ചന്ദ്രലേഖ ടീച്ചറിനെ പറ്റി. ടീച്ചർ സത്യത്തിൽ എപ്പോൾ വന്നാലും മോനെ ഏത് ക്ലാസ്സിലെ കുഞ്ഞുങ്ങൾ ഇറക്കണം ഇതിൻ്റെയൊക്കെ ബാറ്റ് ടീച്ചർ മാത്രമല്ല ഡൈനമിക്സും രണ്ടുപേരും ആരെ ഇറക്കണം പോകുന്നു ഒത്തിരി സപ്പോർട്ടായിരുന്നു നമുക്ക്. എന്ത് കാര്യം ഉണ്ടെങ്കിലും പോലും ചന്ദ്രലേഖ ടീച്ചർ, അതുപോലെ ഡയന മാം, പിന്നെ സതിയമ്മ, ലീലാമ്മ, ശൈലജ ടീച്ചർ, ഷീജ ടീച്ചർ, ശ്രീകുമാരി ടീച്ചർ, നിഹാല,
ബീന ആർ, ഷൈനി, ഇനി ഒരു ഷൈനി ടീച്ചറുണ്ട്, ദീപ, ഷിബിന മോള്, ശ്രീകല, മിനി നാരായണൻ, പൂജ, വിജയകുമാരി, ബിനു ലക്ഷ്മി, ജലജ, എല്ലാ ടീച്ചേഴ്സിനും, അയ്യോ പിന്നെ നമ്മുടെ വിദ്യ ടീച്ചർ, ഇവരെല്ലാവരും ഒത്തിരി എഫേർട്ട്, ഒത്തിരി കാരണം ടീച്ചേഴ്സ് കുഞ്ഞുങ്ങളെ ഈ SKG JKGയിലെ ടീച്ചേഴ്സ് കുഞ്ഞുങ്ങളെ സ്പെഷ്യലായിട്ട് അവർ ട്രെയിൻ ചെയ്യിച്ചു. വിദ്യ ടീച്ചർ ആ പ്രോഗ്രാം സമയത്തും അല്ലാത്ത ടൈമിലെല്ലാം ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. എല്ലാ ടീച്ചേഴ്സിനും, ബാക്കി ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത എല്ലാ ടീച്ചേഴ്സിനും ഞാൻ പേര്, പിന്നെ പുഷ്പലത മാം പ്രിൻസിപ്പൽ, പ്രദീപ് സാറ്, പിന്നെ ശ്രീലക്ഷ്മി മാം ആക്ച്വലി പ്രോഗ്രാം കോർഡിനേറ്റർ ആയിരുന്നു. ഒത്തിരി നല്ല മാം. ഞാൻ സത്യം പറഞ്ഞാൽ തുടങ്ങിയ അന്ന് തൊട്ട് മാം ഞങ്ങളുടെ കൂടെ തന്നെ ആയിരുന്നു. മാമും ജെറ്റ് കണക്ക് വരും ഓടും ഓരോ ആവശ്യത്തിനാണ്. മാമിന് പ്രത്യേകമായിട്ട് താങ്ക്സ് പറയാം. അതുപോലെ തന്നെ വർഗീസ് സാർ നമ്മളെ കൂടെ ആ ലാസ്റ്റ് പോർഷനൊക്കെ ചെയ്യാൻ വേണ്ടി ഒത്തിരി ഞങ്ങളെ ഹെൽപ്ഫുള്ളായിരുന്നു. ഇവർക്കൊക്കെ ഞാൻ പേഴ്സണലായിട്ട് അല്ലാതെ എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ പറയുകയാണ്. എനിക്ക് അയ്യോ അത് കാര്യം ഇവർക്ക് നന്ദി പറയാതിരിക്കാൻ പറ്റില്ല. അവരെ എഫേർട്ട് അതുപോലെയായിരുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടെ താങ്ക്സ്, ഹാറ്റ്സ് ഓഫ് എല്ലാവർക്കും. പിന്നെ കൂടാതെ ഞങ്ങൾ എനിക്ക് പിന്നെ സ്കൂളിനെ പറ്റി പറയുകയാണെങ്കിൽ സ്കൂളിനെ പറ്റി 2 വാക്ക് എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. ആക്ച്വലി ഞാൻ ഫസ്റ്റ് ഡേ അവിടെ പോകുന്ന ടൈമിൽ കുഞ്ഞുങ്ങളെ സെലക്ട് ചെയ്യാൻ വേണ്ടി പോയി. അപ്പോൾ ഈ ചെറിയ കുഞ്ഞുങ്ങളെ സെലക്ട് ചെയ്യാൻ വേണ്ടി ഞാൻ പിള്ളേരെ, അപ്പോൾ എൻ്റെ കൂടെ ഒരു ക്ലാസ്സിൽ നിന്ന് 5 പിള്ളേർ അങ്ങനെ എടുക്കാനുള്ള പ്ലാനിലാണ് പോയത്. അവിടെ ചെന്നപ്പോൾ ഒരു ക്ലാസ്സിലെ പിള്ളേർ എല്ലാവരും ഡാൻസേഴ്സ്, ഒരു രക്ഷയില്ല, ഹൈലി ടാലൻറ്റഡ് കുഞ്ഞുങ്ങൾ. അങ്ങനെ ഞാൻ അപ്പോൾ ഓക്കെ 10 പാട്ട് അവിടെ പറഞ്ഞു. ഓക്കെ നമ്മൾ 10 പാട്ട് കൺഫേമായി. അപ്പോൾ ഓരോ ക്ലാസ്സിന് ഓരോ പാട്ട് കൊടുക്കാൻ തീരുമാനിച്ചു. ഡയാന മാം നമ്മളെല്ലാവരും കൂടെ. അങ്ങനെ അത് ഓക്കെ ആയി. അത് കഴിഞ്ഞു ഇപ്പുറത്ത് 1 to 4 പോയി. അവിടെ പോയപ്പോൾ ഒരു ബറ്റാലിയൻ പിള്ളേരുണ്ട്. അവിടെ പോയി സെലക്ട് ചെയ്യാൻ പറ്റും. എല്ലാവരും ഹൈലി ഒരു രക്ഷയില്ല. അത് എനിക്ക് പറയാതിരിക്കാൻ വയ്യ. അതിപ്പോൾ പിന്നെയാണ് നമ്മളത് മനസ്സിലായി. അപ്പം ഞങ്ങൾ കാര്യം ഒരു സെക്ഷൻ ആക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ഈ പിള്ളേരെ ഇത്രയും പിള്ളേരിക്കും ഞങ്ങൾ അവസാനം ഞങ്ങളൊരു കുറേ 34-35 ഡാൻസേഴ്സ് അത്രയും കുഞ്ഞുങ്ങളെ ആക്കേണ്ടി വന്നു. ഞങ്ങൾക്ക് സാധാരണ 10-12 എടുക്കേണ്ട സ്ഥലത്ത് അത്രയും കുഞ്ഞുങ്ങൾ കയറി. കാര്യം ഇവരെ മാറ്റി നിർത്താനായിട്ട് ഞങ്ങൾക്ക് പറ്റിയില്ല. അപ്പോൾ അവർ അതുപോലെ ടാലൻ്റായിട്ടുള്ള പിള്ളേരായിരുന്നു. 2 ഞങ്ങളപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി സ്കൂളിലെ ടീച്ചേഴ്സിൻ്റെ ഒക്കെ എഫേർട്ടും സാറുമാരൊക്കെ എന്താണ്. അങ്ങനെ ഞങ്ങൾ സത്യം സ്കൂളിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ പല സ്കൂളിലും കുഞ്ഞുങ്ങളെ കണ്ടിട്ടുണ്ട്. എനിക്കത് പറയാതിരിക്കാൻ വയ്യ. ഇവിടെ ആർട്സ് ആണെങ്കിലും ഇപ്പം ഞങ്ങളുടെ മേഖലയിൽ ഞങ്ങൾ കുഞ്ഞുങ്ങളായിട്ട് ഞങ്ങൾ കണ്ടു, സംസാരിച്ച് ഇടപെട്ടു. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി. അത് കഴിഞ്ഞ് സ്പോർട്സ് തരാം. അപ്പം ഞങ്ങൾ ഇവിടെ 3:30 ആകുമ്പോഴത്തേനും ക്ലാസ് വൈൻഡപ്പ് ആവും. അതിനുശേഷം ആക്ച്വലി ഞങ്ങളവിടെ വെയിറ്റ് ചെയ്യും. കാര്യം ടീച്ചേഴ്സിന് ഞങ്ങൾ ഡാൻസ് പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ 4:30 വരെയൊക്കെ അവർക്ക് മീറ്റിംഗ് കാണും. അത് കഴിഞ്ഞ് വരും. ഈ ചിലപ്പോൾ 5 o'clock ആവും ടീച്ചേഴ്സ് വരുമ്പോൾ. അപ്പോൾ ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന ടൈമിൽ അവിടെ ഈ 3:30 ആകുമ്പോഴത്തേനും കരോട്ട ക്ലാസ്, പിന്നെ സ്കേറ്റിംഗ് ക്ലാസ്. പിന്നെ ഞങ്ങൾ ഈ ടൈമിലവിടെ നമുക്ക് ടീച്ചേഴ്സ്, അവിടുത്തെ ടീച്ചേഴ്സ് മീൻസ് അവിടുത്തെ ആയമാർ ഞങ്ങൾക്ക് കൊണ്ട് കോഫിക്ക് തരും. ഞങ്ങളിത് കുടിച്ചുകൊണ്ട് ഞങ്ങളവിടെ ഇരിക്കും. അപ്പോൾ ഇവിടെ ഈ കരോട്ട ക്ലാസ്സും ഈ സ്കേറ്റിംഗ് ഞങ്ങളെ ബോധം പിള്ളേർ ചെയ്യണമോ. അപ്പോൾ ഞങ്ങൾ കാര്യം അവിടെ പിള്ളേരൊക്കെ പോകുമ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് 5-6 ഈ സമയത്താണ് ടീച്ചേഴ്സ് വരുന്നത്. വന്നിട്ട് ഞങ്ങൾ പിന്നെ ഡാൻസ് പ്രാക്ടീസ്. അപ്പോൾ ഞങ്ങളിത് നൈസായിട്ട് അന്വേഷിച്ചു, ഇതാരാണ് ഇവർക്ക് ഇത്രയും ഒരു ബലം കൊടുത്ത് ഇവരിങ്ങനെ ചെയ്യണമെന്നൊക്കെ. അപ്പോൾ ഞങ്ങൾ പതുക്കെ ഞങ്ങൾ ജിജോ സാറാണ് ഇതിൻ്റെ മെയിൻ ആൾ. സാർ ഭയങ്കര സ്പോർട്സ് ആർട്സിനൊക്കെ ഭയങ്കര ഇതാണ്. അതുപോലെ തന്നെ ജോർജ് സാറും അയ്യോ സാറും എപ്പോൾ കണ്ടാലും സുഖമാണോ ഒരു നമസ്കാരം എന്നിട്ടോ. എൻ്റെ ഓണർ ജോർജ് സാറിന് നന്ദി പറയാനായിട്ട് ഞങ്ങൾക്ക് ഇങ്ങനെ ഓപ്പർച്യൂണിറ്റി തന്നതിന് നന്ദി പറയേണ്ട സാറിനോട്. പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾ പാരൻസിനെ ഞാൻ ഡാൻസ് പഠിപ്പിക്കാനായിട്ടുള്ള അനുഭവത്തിൽ അതും എനിക്ക് ഭയങ്കര സന്തോഷം. കാര്യം വെച്ചാൽ ഞാൻ അവരോട് പറഞ്ഞു, അവരാദ്യം ഒന്നും ഞങ്ങൾ ഡാൻസേഴ്സ് അല്ല സമയം കളിക്കണമെന്നൊരാൾ ഞാൻ ധൈര്യമായിട്ട് വരാൻ പറഞ്ഞു. ഞാൻ എന്ത് പറഞ്ഞു അവർ അതുപോലെ ചെയ്തു. അതെനിക്ക് ഭയങ്കര സന്തോഷമായി. പുറത്തിറങ്ങിയപ്പോൾ ഒത്തിരി പേര് അവരുടെ ഡാൻസിനെ കുറിച്ച് നല്ല അഭിപ്രായം പറഞ്ഞു. എൻ്റെ അടുത്ത് ഞങ്ങളെ പഠിപ്പിച്ച എല്ലാ
എല്ലാ പാട്ടിനും ഞങ്ങൾ പ്രതീക്ഷിച്ചതിലപ്പുറം ഒരു വാല്യൂ ദൈവത്തിന്റെ കൃപയിൽ ഞങ്ങൾക്ക് അത് കിട്ടി. അതിന് ദൈവത്തോട് നന്ദി പറയുന്നത്, ഇപ്പോഴും നന്ദി പറയുന്നു. എത്ര നന്ദി പറഞ്ഞാലും തയ്യാറി. എനിക്ക് അത്രയധികം എൻ്റെ ആത്മാർത്ഥതയല്ല ഞാനിവിടെ കാണിച്ചത്. എനിക്ക് അതിൽ വേറെ എന്തൊക്കെയോ വേണം എനിക്കിനി വാക്ക് പറയാൻ. കാര്യം എനിക്കങ്ങനെ ചെയ്യണമെന്ന് തോന്നി ഇവിടെ. കാര്യം ഞങ്ങളോട് അങ്ങനെയാണ് ആ ടീച്ചേഴ്സായാലും സാറന്മാരായാലും പെരുമാറ്റം എല്ലാം. അതിപ്പോഴും സത്യമായി ഞാൻ ഇപ്പോഴും സ്കൂളിനെ ഓർക്കുമ്പോഴേ ഒരു സന്തോഷം. എന്തായാലും ഇനിയും ആ സ്കൂളിന് എല്ലാവിധ ആശംസകളും നേരുന്നു. സ്പെഷ്യലി ടീച്ചേഴ്സ് ആൻഡ് സാറ് എല്ലാവരോടും ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. അതിനുള്ള ദൈവത്തിൽ നിന്ന് ഞങ്ങൾക്ക് അതിനുള്ള അനുഗ്രഹം കിട്ടി. അതുകൊണ്ടാണ് ആ പ്രോഗ്രാം അത്രയും നന്നായിട്ട് ചെയ്യുന്നത്. ഒത്തിരി സന്തോഷം. എല്ലാവരോടും ഹൃദയം നിറഞ്ഞ നന്ദി പറഞ്ഞു. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ, ഞാൻ എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. എനിക്കിങ്ങനെ സംസാരിക്കാൻ എനിക്ക് പറ്റൂല. എനിക്ക് ഒന്ന് ഷൈക്കുള്ള എന്തോ ഇവിടെ നിന്ന് ഒരു ബലം കിട്ടി. കാര്യം അത്രയധികം സപ്പോർട്ട് ആ സ്കൂളിൽ നിന്ന് കിട്ടിയതിന്റെ ഒറ്റൊരു പവറിലാണ് ഈ കിടന്ന് കാണിക്കുന്നത്. അത്ര എനിക്കെല്ലാം ചെയ്യാൻ എനിക്ക് അങ്ങനെ ചെയ്ത് ശീലമില്ല. അതാ സത്യത്തില് ഒത്തിരി സന്തോഷം. ഒത്തിരി സ്പെഷ്യലി ഇപ്പോഴും ഞാൻ പറയുന്നു ജിജോ സാറിന് സ്പെഷ്യലി താങ്ക്സും നന്ദി, എന്റെ ഹൃദയം തന്നെ നന്ദി ഞാൻ പറയുന്നു. താങ്ക് യു സോ മച്ച് സാർ. താങ്ക് യു. അതുപോലെ ഡയന മാം, താങ്ക് യു. ജോർജ് സാറ്, ബാക്കി എല്ലാ ക്രൂ മെമ്പേഴ്സ്, എല്ലാവരോടും ഞാൻ ആരെങ്കിലും പേര് പറയാനോ എന്തെങ്കിലും വിട്ടുവിട്ടോ എന്നെ ക്ഷമിക്കണം. അതുപോലെ ഹൈസ്കൂളിലെ പ്രിൻസിപ്പൽ സാറ്, എല്ലാവരും ഞാൻ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. കാര്യം എനിക്ക് ഇപ്പോഴും പെട്ടെന്ന് ഓർമ്മ വന്നപ്പോൾ ഞാൻ പറഞ്ഞതാണ്. എല്ലാവരോടും ഞാൻ താങ്ക്സ് അല്ല, എൻ്റെ ഹൃദയം നിറഞ്ഞ എന്തോ എനിക്ക് പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല. അത്ര അധികം വെച്ചാൽ എനിക്ക് ആ സ്കൂളിൽ നിന്ന് എനിക്ക് നല്ലൊരു എൻ്റെ ലൈഫിൽ കിട്ടാന്നുള്ള ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യം എനിക്ക് കിട്ടി. അപ്പൊ ഞാനത് എനിക്ക് ഇങ്ങനെ അതെനിക്ക് അറിയിക്കാനായിട്ട് പറ്റും, അല്ലെങ്കിൽ കഴിയും. അല്ലാതെ എനിക്കത് അറിയിക്കാൻ എനിക്ക് പറ്റില്ല. അപ്പൊ ഞാൻ എൻ്റെ വേറൊരു വീഡിയോ, ഒരു ഡാൻസ് സ്കൂളിലെ വീഡിയോ ഇതുവരെ ഞാൻ ചെയ്തിട്ടില്ല. എനിക്ക് ഇതിന് നല്ലൊരു അനുഭവം ഞാനും ചെയ്യും, ഇല്ലാതെ ഞാൻ പറയുന്നില്ല. പക്ഷെ എനിക്ക് ഇത്രയും വർഷമായിട്ട് ഞാൻ ചാനൽ തുടങ്ങിയിട്ട് 1.5 വർഷം ഒത്തിരി സ്കൂളിൽ ഞാൻ പഠിപ്പിച്ചു. ബാംഗ്ലൂരിൽ തന്നെ ഇവിടെ ആണെങ്കിൽ. അപ്പൊ എനിക്ക് ഇവിടെ വന്നിങ്ങനെ പഠിപ്പിക്കാൻ പറ്റിയതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല. അത്രയധികം നന്ദി ഞാൻ പറയുന്നു സ്കൂളിനോട്. അപ്പോൾ ഈ സ്കൂളിലെ കുഞ്ഞുങ്ങൾക്കും ടീച്ചേഴ്സിനും സാറന്മാർക്കും എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൽ നന്ദി ഞാൻ പറയാണ്. വീഡിയോ വൈൻഡൊക്കെയാണ്. പറ്റുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ഗോഡ് ബ്ലെസ് യു ഓൾ.